ഗൂഗിൾ മാപ്പിനകത്ത് ആസ്ക് മാപ്പ് എന്ന പുതിയ ഗംഭീരമായൊരു ഫീച്ചർ വന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. സാധാരണ ഒരു സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ സെർച്ച് ചെയ്യും, ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. അതിനപ്പുറം ഒന്നും ഗൂഗിൾ മാപ്പിന് നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ആസ്ക് മാപ്പ് എന്ന പുതിയ ഓപ്ഷനിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പ് നമ്മുടെ സുഹൃത്തിനെ പോലെ പെരുമാറും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിശദ വിവരങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്താൽ ഇടതുഭാഗത്തായിട്ട് ആസ്ക് മാപ്സ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ അടുത്തുള്ള അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവരെ കാത്തിരുന്നാൽ മതി. ഗൂഗിൾ മാപ്പ് കുറച്ചുകൂടി ഫ്രണ്ട്ലിയും അഡ്വാൻസ്ഡുമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ വഴിയിലൂടെ യാത്ര ചെയ്ത് പരിചയസമ്പന്നനായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഗൂഗിൾ മാപ്പിനോട് ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഗൂഗിൾ മാപ്പിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പോലും യാത്ര ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമായി ഇതിനോട് ചോദിക്കുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കോഴിക്കോട് വരെ എനിക്ക് യാത്ര പോകേണ്ടതുണ്ട്. അപ്പോൾ ടോൾ ഇല്ലാത്തതും സുഗമമായി യാത്ര ചെയ്യാനും സാധിക്കുന്ന ഒരു വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. നമുക്ക് അറിയുന്ന ഭാഷയിൽ ഇതുപോലെ ടെക്സ്റ്റായിട്ട് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണോ അതിനോട് ചോദിച്ചിട്ടുള്ളത് അതേ ഭാഷയിൽ തന്നെ വളരെ വിശദമായൊരു മറുപടി അത് നൽകും. എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കുമെന്ന് മാത്രമല്ല, യാത്രയിൽ ഏത് റൂട്ട് തിരഞ്ഞെടുക്കണം, അതിലെ പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം വിശദമായിട്ടുണ്ടാകും. മാപ്പിലേക്കുള്ള ആക്സസ്, അത് എത്ര വഴിയുണ്ട് അതൊക്കെ നമുക്ക് ആക്സസ് ആയിട്ട് തരും. ആ ആക്സസിലേക്ക് ക്ലിക്ക് ചെയ്താൽ സാധാരണ പോലെ തന്നെ മാപ്പ് ഓപ്പൺ ആകും. നമുക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ യാത്രയിൽ നമുക്ക് ഒരു വഴി മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ പലയിടത്തും കണക്ട് ചെയ്തിട്ട് യാത്ര ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുടർന്നും നമുക്കിതിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ ഞാൻ നാദാപുരം കൂടി പോകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്ന സമയത്ത് നാദാപുരം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേറെ തന്നെ റൂട്ടാണ്. അതുകൂടി മാപ്പിൽ ഉൾപ്പെടുത്താൻ ചോദ്യം ചോദിച്ച് ഞാൻ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്, എത്ര കിലോമീറ്റർ അധികം വരും, അവിടെ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാകും, എല്ലാ വിശദ വിവരങ്ങളും ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല മാപ്പിൽ അത് ഉൾപ്പെടുത്തി തന്നിട്ടുമുണ്ട്. നിങ്ങൾക്ക് കാണാം, സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട മാപ്പായിരുന്നു. ഇപ്പം നാദാപുരം കൂടി ടച്ച് ചെയ്തിട്ടുള്ള മാപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് യാത്ര ചെയ്യേണ്ട എല്ലാ സ്ഥലങ്ങളും കണക്ട് ചെയ്ത് റൂട്ട് മാപ്പ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഒരു യാത്രക്കിടയിൽ ഈ ഒരു ആവശ്യം മാത്രമല്ല, പെട്രോൾ പമ്പ് വേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഞാനിപ്പോൾ 11 മണിക്കാണ് ഇറങ്ങുന്നതെങ്കിൽ ഏകദേശം 1 മണിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണം. ആ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ തിരക്ക് കുറഞ്ഞ നല്ല റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി വന്നത് കാണാം. ഈ യാത്രയിൽ 1 മണി സമയമാകുമ്പോൾ ഞാൻ ഏകദേശം എവിടെയാണ് എത്തുക, ആ സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ വിശദമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതെനിക്ക് മാപ്പിൽ ഉൾപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഇതിനെ കൊണ്ട് തന്നെ മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പിൻ്റെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് യാത്ര ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. യാത്രയിൽ ആദ്യം ഏത് പോയിന്റിലാണ് എത്തേണ്ടത് അത് കറക്റ്റ് ഇത് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയ പെട്രോൾ പമ്പ്, റെസ്റ്റോറൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എത്തുന്ന സമയത്ത് ഇത് നമ്മളെ തത്സമയം വിവരം അറിയിച്ചു കൊണ്ടിരിക്കും. ഇതുപോലെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് യാത്ര ചെയ്യുന്നത് പോലെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി യാത്ര ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.